Hey dears, welcome to Saya Designs and very Sandra. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ യൂട്യൂബ് ജേർണിയിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രയൊക്കെയാണ് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ട് രീതിയിൽ തന്നെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്, അതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, 1 ഇയർ കൊണ്ടിട്ട് നിങ്ങൾക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ 1K സബ്സ്ക്രൈബേഴ്സും വേണം അല്ലേ. പിന്നെ അതേപോലെ തന്നെ കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് വേണം, അതേപോലെ തന്നെ 1K സബ്സ്ക്രൈബേഴ്സും വേണം. അപ്പോൾ ഇത്രയാണ് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയിൽ അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് മോണിറ്റൈസ് ആവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിതുവരെ അതിൽ നിന്ന് ഏർണിങ്സ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഹാഫ് മോണിറ്റൈസിൽ വരുന്നത് ഈ മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇതുവരെ അങ്ങനെ ഏർണിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ വഴി ക്യാഷ് ഏൺ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമോഷൻസ് ചെയ്യുമല്ലോ. നമ്മൾ ഓരോ ബ്രാൻഡിൻ്റെയൊക്കെ പ്രമോഷൻസ് എടുത്ത് ചെയ്തിട്ട് അതുവഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് മന്തിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് രണ്ടും അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ക്യാഷ് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലിപ്കാർട്ടൊക്കെ പോലത്തെ ഓൺലൈൻ ഷോപ്പുകളുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഷോപ്പുകളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു എമൗണ്ട് മന്തിലി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കമ്മീഷൻ ബേസിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമല്ലോ, ലോങ് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണല്ലോ അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, പിന്നെ ക്യാപ്ഷൻ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഏറ്റവും താഴെയായിട്ട് ടാഗ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നോർമലി ടാഗ് ചെയ്യാറുണ്ട്, അതല്ലാതെ അതിൻ്റെ താഴെയായിട്ട് ടാഗ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് അല്ലെങ്കിൽ ഡിസൈൻ റിലേറ്റഡ് അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ടാഗ് പ്രൊഡക്ട്സിൽ പോയിട്ട്, അപ്പോൾ അത് ഓരോ ഷോപ്പിലേക്കായിരിക്കും പോവുക. ഫ്ലിപ്കാർട്ടൊക്കെ പോലത്തെ ഓൺലൈൻ ഷോപ്പുകളിലേക്കായിരിക്കും നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ ആണെങ്കിലും തയ്യൽ മെഷീനൊക്കെ ഞാൻ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാറുണ്ട്. അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഞാനൊരു 7-8 പ്രൊഡക്റ്റ് വരെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാഗ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ വീഡിയോസ് വ്യൂവേഴ്സ് കാണും. അവർ കാണുന്ന സമയത്ത് സ്ക്രീനിൽ ഈ ഒരു ടാഗ് പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സിമ്പലും കൂടെ കാണിക്കും. അപ്പോൾ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് ഈ കാണുന്നവർ ഈ ടാഗ് പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരത് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നോക്കും പ്രോഡക്റ്റ്സൊക്കെ അല്ലേ. അങ്ങനെ നോക്കും, നമ്മളാണെങ്കിലും നോക്കുമല്ലോ. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടാവുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും കയറി നോക്കും. അങ്ങനെ നോക്കിയിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് നമ്മളത് വാങ്ങിക്കുവാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കമ്മീഷൻ കിട്ടും. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത്ര ശതമാനം രൂപ അല്ലെങ്കിൽ ഇത്ര $, എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്മീഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് $124 വരെ സെയിൽസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു കമ്മീഷനാണ് നമുക്ക് മന്ത്ലി കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഈ ആഡ്സെൻസിലോട്ട് അതും കൂടെ കയറും. അതായത് നമ്മൾ വീഡിയോസ്, ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ്സിന് ഏർണിങ്സ് കിട്ടുമല്ലോ. മന്ത്ലി ഇത്ര നമുക്ക് $100 ആയിട്ടുണ്ടെങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ഡോളർ കയറുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ സെയിൽസിൽ നിന്ന് നമുക്ക് ഡോളേഴ്സ് അതിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ $124 ആണിപ്പോൾ ഈ മന്തിൽ, ഈ ലാസ്റ്റ് മന്തിൽ നമുക്ക് സെയിൽ വന്നിട്ടുള്ളത്. അത് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മാത്രം. അത് കൂടുതലും ഒരു വീഡിയോ എന്നാണ്. ഇപ്പോൾ എൻ്റെ അത്യാവശ്യം ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് സെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊഡക്റ്റിന് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സെയിൽസ് വന്നതാണ് ഈ $124 എന്ന് പറയുന്നത്. ഞാനതിവിടെ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമുക്ക് യൂട്യൂബിൻ്റെ ആഡ്സിൽ നിന്ന് നമുക്ക് എന്തായാലും മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ
ക്യാഷ് ഏൺ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ പ്രമോഷൻസിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ടാഗ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്സ് സെയിലാകുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതുവരെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഷോർട്സിലാണെങ്കിലും നമുക്ക് ടാഗ് പ്രൊഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടാഗ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിന് തന്നെ സ്ക്രീനിലൊരു കാണിക്കും ഇങ്ങനെ ടാഗ് പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഡിസൈനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ അതിൽ കാണിക്കും. അത് റേറ്റ് കുറവിലായിരിക്കും കാണിക്കുന്നത് കേട്ടോ. നല്ല റേറ്റ് കുറവിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ വാങ്ങിക്കും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ റേറ്റ് കുറവായിരിക്കും ഓൺലൈനിൽ, സാധാരണ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് നമുക്ക് അതിൽ നിന്നൊരു കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഡ്സെൻസിൽ വരുന്ന ഈ ആഡ്സിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ അതും കൂടെ ചേരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു എമൗണ്ട് മന്ത്ലി എയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തുടങ്ങി വരുന്ന ആൾക്കാരാണ്, ബിഗിനേഴ്സാണ്, യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളായിട്ടൊന്നും ചെയ്യണ്ടല്ലോ, ഇതേപോലെ ജസ്റ്റ് പ്രൊഡക്ട്സ് മാത്രം ടാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ഇതുവരെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങൾ ഇതുവരെ ടാഗ് പ്രൊഡക്ട്സ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ തുടക്കക്കാരാണ്, മോണിറ്റൈസ് ആയി വന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.